என்ன எங்கேயோ பார்த்துருக்கேன்னு சொன்னீங்க. இன்னுமா எனக்கு தெரியல. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളപ്പോ ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളേതാണ്ട് 1.5 കൊല്ലം മുമ്പാണ് ലാസ്റ്റ് നമ്മുടെ നെല്ലിയാമ്പതി ട്രിപ്പ് പോയത്. അതിനുശേഷം ഇപ്പൊ നമ്മള് ഫാമിലിയൊക്കെ കൂടി, അതായത് ഞങ്ങളെ കഴിഞ്ഞ തവണത്തെ ട്രിപ്പിൽ ആകെ 4 പേരുണ്ടായുള്ളൂ. ഈ തവണത്തെ ട്രിപ്പിൽ ഞങ്ങളുടെ ഫാമിലിനെ മൊത്തം കൂട്ടി മൂന്നാർ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. മൂന്നാറിനാണ് ഞങ്ങളുടെ ഈ തവണത്തെ ട്രിപ്പ്. അപ്പോൾ ഈ തവണത്തെ നമ്മുടെ ട്രിപ്പില് നമ്മുടെ കൂടെ ഒരു പുതിയ അതിഥി കൂടെ ഉണ്ട്. നമ്മുടെ അതിഥിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ അവളുടെ ആദ്യത്തെ ട്രിപ്പാണിത്. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ഒരു വണ്ടർഫുൾ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. അപ്പൊ ഗൈസ്, നമ്മള് റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. ഇന്ന് കാനപ്പി ഹോളിഡേസ് ഹോം. നമ്മള് ഈ റിസോർട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബൈസൺ വാലി ഏരിയയിലാണ്. അവിടെ നിന്ന് 20 ഏക്കർ എന്ന സ്ഥലത്താണ്. കറക്റ്റ് ലൊക്കേഷൻ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത്. കുറച്ച് ഉള്ളേരിയാണ്, പക്ഷെ നൈസ് ആംബിയൻസ് ആണ്. ബാക്കി റിസോർട്ടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പങ്കുവെക്കുന്നതാണ്. നമ്മളിവിടെ ഒരു 2 ദിവസം എന്തായാലും സ്റ്റേ ഉണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാം. ആരാരോ പാടുവരാതെ നീഹാരാർദ്രരാഗം അറിയാമോ പിറാക്കളെ ഇങ്ങിനിയൻ ജീവിതം പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം. It's a new world out there. അപ്പൊ ഗൈസ്, നമ്മള് ഇന്നലത്തെ ദിവസം മൊത്തം ഇവിടെ റിസോർട്ടിലാണ് സ്പെൻഡ് ചെയ്തത്. നമ്മൾ ഇവിടുത്തെ കുറെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കുറെ എക്സ്പീരിയൻസ് ചെയ്തു. അതേപോലെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പോരാത്തിന് കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഇന്നലത്തെ ദിവസം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് പുറത്തേക്കൊക്കെ പോകാമെന്ന് ഓർത്തിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പങ്കുവയ്ക്കും. പിന്നെ ഇവിടെയാണെങ്കിലും നല്ല ആംബിയൻസ് ആണ്, മസ്റ്റ് ട്രൈ ആണ്. ജസ്റ്റ് കേട്ടില്ലേ, കുറെ കിളികളും അതേപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോ ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. മലച്ചെണ്ടിൽ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാറാകും നീതോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുക. അപ്പൊ ഗൈസ്, നമ്മള് ടോപ്പ് സ്റ്റേഷൻ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മൂന്നാർ ടൗൺ എത്തിയിട്ടില്ല. എത്തണയ്ക്ക് മുമ്പ് തന്നെ അന്യ ബ്ലോക്കാണ്. ഗൈസ് കണ്ടില്ലേ ഗൈസ്, മൊത്തം ബ്ലോക്കാണ്. ഇതിപ്പോ സർക്കാരിന്റെ അനാസ്ഥ എന്നൊക്കെ തികച്ചും പറയാം. കാരണം ഇവിടെ പല റോഡുകളും കണ്ടോ, പണി നടക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കുഴിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പണിയൊന്നും നടക്കുന്നില്ല. എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് നിന്നുപോയതാണോ അത് എന്താന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഇവിടെ മൊത്തം പ്രശ്നമാണ്. ആകെ എന്താ പറയുന്നത്, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവര് പലരും മുന്നോട്ട് പോകാൻ പറ്റാതെ ഇതുപോലെ ഈ ബ്ലോക്കിൽ പൊരി വെയിലത്ത് കിടക്കുകയാണ്. അപ്പൊ ഗൈസ്, ഞാൻ മറ്റേ ബ്ലോക്കിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായി. ബ്ലോക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ റോഡ് പണി നടക്കണതിന്റെ ഉണ്ട്. അതുകൂടാതെ അവിടെ ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കണ്ടായി. അതിന്റെ ഒരു ബ്ലോക്ക് ആയിരുന്നു. ഒരു സൈഡിൽ കൂടെ ഒന്ന് കിടത്തി വിടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ബാക്കി ഇപ്പൊ ഞങ്ങള് ഒന്ന്
ബ്ലോക്കിന്റെ ഒക്കെ ക്ഷീണം മാറാനായിട്ടൊന്ന് സൈഡ് ഒതുക്കി നിർത്തിയേക്കാണ്. ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്തേക്ക് ഇറങ്ങിയുന്ന അന്യ ചൂടാണ്. പക്ഷെ ഒരുപാട് തണുപ്പൊന്നും പ്രതീക്ഷ ആരും വന്നില്ല. രാത്രി സമയമാകുമ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല ടെമ്പറേച്ചറാണ്, നല്ല തണുത്ത ടെമ്പറേച്ചറാണ്. പക്ഷെ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടുണ്ട്. കാലത്തൊക്കെ ചെറിയൊരു തണുപ്പുണ്ട്. ആ ഒരു ഫീലാണ്. എന്തായാലും ആ ഒരു ഫീലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എന്തായാലും മൂന്നാർ തന്നെ വരണം. മൂന്നാർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്തായാലും വരിക. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മളിവിടെ എക്കോ പോയിന്റിൽ വന്നേക്കാണ്. എക്കോ പോയിന്റിൽ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ 10:30-11 മണിയോട് കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ കാരണം ഇവിടെ എത്തിയത് 3:30 ആയപ്പോഴാണ്. 3:30 ഇവിടെ വന്നൊരു ചെറിയ ബിരിയാണിയൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇവിടെ എക്കോ പോയിന്റിൽ താഴെ വന്ന് കാണാൻ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒറ്റ ദിവസത്തെ ട്രിപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ മാക്സിമം വരാണ്ട് അവോയ്ഡ് ചെയ്യുക ഈ ടൈമിൽ. കാരണം നല്ല ട്രാഫിക് ഉണ്ട്. നിങ്ങളുടെ ഒരു ദിവസം വെറുതെ വേസ്റ്റ് ആവും. അപ്പം ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് സ്റ്റേഷൻ വഴി വട്ടവട പോയി കറങ്ങിയിട്ട് വരാമെന്നൊരു പ്ലാനിലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും വൈകും. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ തന്നെ പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളവിടെ റിസോർട്ടിൽ എത്തുമ്പോഴത്തേക്കും തിരിച്ചും ട്രാഫിക് ഉണ്ടാവും. ഇങ്ങോട്ട് വന്ന ട്രാഫിക് തന്നെ രാത്രിയാവും എന്തായാലും എത്തുമ്പോൾ. അപ്പോൾ മാക്സിമം നിങ്ങൾ വീക്ക് ഡേയ്സിൽ വരാൻ നോക്കുക. വീക്കെൻഡ്സിൽ വരാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം നല്ല ട്രാഫിക് ഉണ്ട്, നല്ല ഓവർ ക്രൗഡഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൂടുതലും ട്രാഫിക് വരുന്നത് തന്നെ ഈ വണ്ടികൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയ ബസ്സുകൾ അങ്ങനെയുള്ള വലിയ വണ്ടികൾ കാരണമാണ് കൂടുതലും ട്രാഫിക് വരുന്നത്. പിന്നെ വഴിയും പലതും മോശമാണ്, വീതി കുറവാണ്, അതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ ഗൈസ്, ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇനി നാളെ പറയാം. കാരണം ഇന്നിപ്പോൾ നമ്മൾ വേറെ എങ്ങും പോകാൻ പ്ലാൻ ചെയ്യുന്നില്ല. ബാക്ക് ടു റിസോർട്ടാണ്. നമ്മൾ റിസോർട്ടിൽ പോയി ഇന്നും സ്പെൻഡ് ചെയ്യാണ്, കുറച്ച് ഗെയിംസൊക്കെ കളിച്ച്. അപ്പോൾ ബാക്കി ചെറിയ ചെറിയ കൊച്ചു വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മൾ പങ്കുവെക്കുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് ഇവിടെ തിരിച്ച് റൂമിലേക്ക് വന്നേക്കാണ്. നമ്മുടെ ഹോം സ്റ്റേ ആണ് ശരിക്കും പറഞ്ഞാൽ. അത്യാവശ്യം കാണാലോ, ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ട്രിപ്പിനെ പറ്റി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആകെ മൊത്തത്തിൽ എല്ലാവരും ടയേർഡായി. കാരണം ഇന്നത്തെ ബ്ലോക്ക് തന്നെയാണ്, ട്രാഫിക് തന്നെയാണ് മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തം ട്രാഫിക്കൊക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവരും വണ്ടിയിലിരുന്ന് ക്ഷീണിച്ചു. അതേപോലെ തന്നെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു. വണ്ടി ഓടിച്ച ഞാനും ക്ഷീണിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു. എന്തായാലും നാളെ നമ്മൾ പോകുന്നുണ്ട് അടുത്ത റൂട്ട്, കാന്തല്ലൂർ റൂട്ട്. നാളെ പോകുമ്പോൾ എന്താ അവസ്ഥ നമുക്ക് നോക്കാം. ബാക്കി വിശേഷങ്ങൾ എന്തായാലും പങ്കുവെക്കും. ഓക്കെ. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം. അപ്പൊ ഗൈസ്, നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ് ഇന്നത്തെ ദിവസം. നമ്മള് ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. നേരെ കാന്തല്ലൂർ പോവാണ്. കാന്തല്ലൂർ ഭാഗത്തോട്ട് ഒന്ന് കറങ്ങിയിട്ട് നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ എറണാകുളത്തേക്ക് പോവാണ്. അപ്പോൾ അടിപൊളി ട്രിപ്പായിരുന്നു. എന്തായാലും റിസോർട്ടിലേക്ക് ഭയങ്കര എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ബാക്കി നമ്മുടെ മൊത്തത്തിൽ എന്താ പറയുന്നത്, ഫാമിലി ആയിട്ട് കുറേ നാൾക്ക് ശേഷം കറങ്ങുന്നതാണ്. അപ്പോൾ അതും ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ബാക്കി വിശേഷങ്ങളും പങ്കുവയ്ക്കും. ബാക്കി കാന്തല്ലൂർ റൂട്ടിൻ്റെ വിശേഷങ്ങളും അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ കാന്തല്ലൂർ റൂട്ടിലേക്കാണ് കയറിയേക്കണേ. എന്തായാലും ഞങ്ങൾ പിറവികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എത്തി. ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല ബ്ലോക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ റൂട്ട് തന്നെ പിടിക്കാനായിരിക്കും നല്ലത്. കാര്യം കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാം. പൊതുവെ താരതമ്യേന കുറച്ച് ബ്ലോക്കും ട്രാഫിക്കും കുറവാണ്.
ഇപ്പൊ നല്ല കാലാവസ്ഥയുണ്ട്, വെയിലുണ്ട്, പക്ഷെ എന്നാലും നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ്. ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ ബ്ലോക്കിലൊന്നും പോയി പെടാണ്ട് ഈ റൂട്ടൊക്കെ പിടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫാമിലിയും കുറച്ച് എന്റർടൈൻഡ് ആവും. എല്ലാവരും മടുക്കൂല വീട്ടിലേക്ക്. ഈ റൂട്ട് പിടിക്കാൻ നോക്കും മാക്സിമം. നമ്മളിവിടെ വന്ന വഴിക്ക് ഇവിടെ മറയൂരൊരു ജാഗറി ഫാക്ടറി ഉണ്ട്, ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന. അവിടെ ഒന്ന് നൈസായിട്ട് ഒന്ന് കയറി വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ശർക്കരയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ഓർത്തു. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഇവിടെ എങ്ങനെയാണെന്ന് അറിയാമോ, ഞാൻ ആദ്യമായിട്ട് ഈ വഴി പോയിട്ട് ഇതുവരെ അങ്ങനെ ശർക്കര ഫാക്ടറിയിലൊന്നും കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് പോണത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് പോയിട്ട്. ഫില്ലാക്കണം. ഫില്ലാക്കിയിട്ട് ഇതിലേക്ക് 3 മണിക്കൂർ തിളച്ചെടുക്കും. 3 മണിക്കൂർ ഇതിൽ സമ്മതിക്കുന്നതായിട്ട് കിട്ടും. കുറി വരുമ്പോ 1000 ലിറ്റർ ഇതിൽ ഫുള്ളാക്കി 3 മണിക്കൂറാണ്. അതേ 3 മണിക്കൂർ ഇതിൽ തിളപ്പിച്ചെടുക്കണമെങ്കിൽ കുറിക്ക് വരണമെങ്കിൽ കരിമ്പ് തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ തന്നെ ഇതാവൂലേ? കുറി വരുമ്പോൾ ഇതുകൊണ്ടാകും. ഇതില് നമ്മള് അപ്പത്തിരുന്ന അപ്പക്കാരനും പാക്കിങ് സോഡയും ചുണ്ണാമ്പും വെക്കുന്നുണ്ട്. ഇത് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് പാക്കിങ് സോഡ ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പ് വെക്കുന്നുണ്ട്. ഫൈനലായിട്ട് നമുക്ക് കിട്ടുമ്പോൾ 250 കിലോ ആയിട്ട് കിട്ടും. ഇപ്പൊ നമ്മുടെ യാത്ര ചെയ്താണ്ട് അവസാനിക്കാറായി. നമ്മള് തിരിച്ച് റിട്ടേൺ പോരാണ്. മൂന്നാർ ടൗൺ എത്താറായി. ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു 2-2.5 മണിക്കൂറിനുള്ള തന്നെ താഴെ എത്തും. അപ്പോ ഈ തവണത്തെ നമ്മുടെ ട്രിപ്പിനോട് ഒരു സൈൻ ഓഫ് പറയുകയാണ്. അപ്പൊ ഇനി വീണ്ടും കാണാം അടുത്ത യാത്രയില്. അതുവരെ ബൈ ബൈ. Hey